പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമ്മളൊരു ക്രിസ്മസ് ട്രീ ആണ് ചെയ്യുന്നത്. പിന്നീട് നമ്മളൊരു വൈറ്റ് പേപ്പറും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള വൈറ്റ് പേപ്പർ നമുക്കൊന്ന് കോൺ ഷേപ്പിലാക്കി എടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വൈറ്റ് പേപ്പർ നമ്മൾ കോൺ ഷേപ്പിലാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കണം. വളരെ സിമ്പിളായി നമുക്ക് പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഈ ഒരു ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കാം. നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറിന്റെ അടിവശവും മുകൾ വശവും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് ട്രീ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ടേബിളിന്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിന്റെ സൈഡ് വശവും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നിവർത്തി വെക്കാം. അതിനുശേഷം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. രണ്ട് സൈഡും ഇതുപോലെ ചെരിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ഇത് കിട്ടുക. ഇതുപോലെ കുറെ എണ്ണം നമുക്ക് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ കുറെ എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് നമുക്ക് അതെല്ലാം വെച്ച് കൊടുക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിൽ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ മുകൾ വശം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോൺ ഷേപ്പിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത ആ ഒരു ഭാഗത്തേക്ക് ഇത് താഴ്ത്തി കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾക്ക് കിട്ടുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രിസ്മസ് ട്രീ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ഒരു ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ എല്ലാവരും കാണട്ടെ. നമ്മളിത് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ കൊണ്ടൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഡൂഡിൽ ആർട്ടിന് വേണ്ടി നമുക്കൊരു ചാനൽ ഉണ്ട്. ആ ഒരു ചാനൽ കാണാത്തവർക്ക് വേണ്ടി ആ ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പൊ നമ്മൾ ഇത്രത്തോളം ഇതിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും മുകളിലായി വെച്ചു കൊടുക്കുന്ന ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ട്രീ? സിമ്പിൾ അല്ലേ ചെയ്തെടുക്കാനായിട്ട്? ഇനി നമ്മൾ ഈ ഒരു ബോട്ടിലിന്റെ മുകളിലേക്കാണ് അത് വെച്ചു കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ കുറച്ച് തെർമോകോൾ ബാൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാനുള്ള സ്റ്റാർ ഈ ഗ്ലിറ്റർ പേപ്പറിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്.
പിന്നീട് ആ സ്റ്റാർ പഞ്ച് വെച്ച് നമ്മൾ കുറച്ച് സ്റ്റാറുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിൽ കുറച്ച് തെർമോക്കോൾ ബാൾസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ നമ്മളെ ക്രിസ്മസ് ട്രീ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബോട്ടിലിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.